ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം കേരളത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ എല്ലാ മനുഷ്യരും ശ്രദ്ധിച്ച വിഷയമാണ്. മമ്മൂട്ടി വയനാട്ടിലെ പുനരധിവാസ മേഖല സന്ദർശിക്കുകയും ആ സന്ദർശിച്ച സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള കെ റഫീഖിനോട് ആ വേദിയിൽ വെച്ച് ആ സന്ദർശന സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നതുമായ കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളെല്ലാം മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലെല്ലാം വിപുലമായിട്ട് പ്രചരിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മമ്മൂട്ടിയെ കുട്ടിക്കാലം മുതലേ കാണുന്ന മമ്മൂട്ടി എന്ന നടനെ, മമ്മൂട്ടിയുടെ സിനിമകളെ, മമ്മൂട്ടിയുടെ സാമൂഹ്യ ഇടപെടലുകളെ ഒക്കെ നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നിൽ ഉണ്ടാക്കിയ ചിന്തകൾ മാത്രമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് ഇട്ട ടൈറ്റിൽ നിന്ന് മമ്മൂട്ടിയോടുള്ള ഇഷ്ടവും അനിഷ്ടവും എന്നാണ്. മമ്മൂട്ടിയോടുള്ള എൻ്റെ ഇഷ്ടം ഞാൻ ആദ്യം പറയാം. മമ്മൂട്ടി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മെത്തേഡ് ആക്ടറാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിൽ മമ്മൂട്ടീനെ കാണാൻ കഴിയില്ല. അത് ഏത് അമരത്തിലെ അച്ചൂട്ടിയായാലും, വാത്സല്യത്തിലെ മേലയെടുത്ത് രാഘവൻ നായരായാലും, പൊന്തന്മാടയിലെ മാടയായാലും, വിധേയനിലെ ഭാസ്കര പട്ടേലരായാലും, ഏത് സിനിമ മമ്മൂട്ടി ചെയ്ത ഏത് സിനിമയിലും മമ്മൂട്ടിയെ നമുക്ക് കാണാൻ കഴിയില്ല. അതിലുപരി ആ കഥാപാത്രത്തെയാണ് കാണാൻ കഴിയുക. അപ്പം ഇത്തരത്തിൽ കഥാപാത്രമായി മാറാനുള്ള ഒരു നടന ശരീരത്തിൻ്റെ മികവ് എന്നുള്ളത് അപൂർവം നടന്മാരിൽ കാണുന്ന ഒന്നാണ്. ഒരുപക്ഷെ മോഹൻലാലിന് പോലും അത്ര കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മോഹൻലാൽ ഒരു ബോൺ ആക്ടറാണ്. നൈസർഗികമായിട്ട് അഭിനയിക്കാൻ അറിയാം. പക്ഷെ അതിൽ നമ്മൾ ഏത് കഥാപാത്രത്തിലും മോഹൻലാലിനെ നമുക്ക് വല്ലാണ്ട് എടുത്തു കാണും. അപ്പോൾ അതാണ് ഞാൻ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള അഭിനയത്തിൻ്റെ വ്യത്യസ്തത. അപ്പോൾ ആ അർത്ഥത്തിൽ എന്നും മമ്മൂട്ടി എന്നുള്ള അഭിനേതാവിനോടൊരു ഭയങ്കരമായിട്ടുള്ള ഒരു തീവ്രമായ അനുരാഗം വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ സാമൂഹ്യ സേവന രംഗത്തുള്ള ചില ഇടപെടലുകളും ശ്രദ്ധേയമാണ്. കോഴിക്കോട് കേന്ദ്രമായിട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസ്ഥാനം ആരംഭിച്ച ഘട്ടത്തിൽ മമ്മൂട്ടി കൊടുത്ത നിശബ്ദ പിന്തുണയാണ് ആ പ്രസ്ഥാനത്തെ പടർന്ന് പന്തലിക്കാനൊക്കെ സഹായിച്ചത് എന്നുള്ളത് അത്തരം പ്രസ്ഥാനങ്ങളുടെ മേൽനോട്ടം വഹിച്ച ആൾക്കാർ തന്നെ പിന്നീട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം മമ്മൂട്ടിയിലെ അത്തരം ചാരിറ്റി ക്യാരക്ടറിനെയൊക്കെ അംഗീകരിക്കുന്ന ഒരാളും കൂടിയാണ്. എന്നാൽ മമ്മൂട്ടിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ചില വ്യക്തിത്വ സ്വഭാവ സവിശേഷതകളുണ്ട്. അത് ഏത് മനുഷ്യരും ഉണ്ടാവും. അങ്ങനെയുള്ള വ്യക്തിത്വ സ്വഭാവ സവിശേഷതകൾ നിലനിർത്തുക എന്നുള്ളതൊക്കെ ഓരോ മനുഷ്യൻ്റെ കാര്യമാണ്. അതൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. പക്ഷെ ആ സമയത്ത് തന്നെ ചില പെരുമാറ്റ വൈകല്യങ്ങൾ നമുക്ക് വിമർശന വിധേയമാക്കുകയും ചെയ്യാം. കാരണം എന്താ പറയുക, അദ്ദേഹം ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് പൊതുജനങ്ങളുടെ പിന്തുണയോടുകൂടി നിൽക്കുന്ന ഒരു പ്രൊഫഷണലിസ്റ്റ് എന്ന നിലയ്ക്കും നമുക്ക് അദ്ദേഹത്തെ പല രൂപത്തിൽ വിമർശനം വിധേയമാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ അദ്ദേഹത്തെ വിമർശിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ ചില സ്വഭാവ വൈകല്യങ്ങൾ, അപ്പോൾ അതിലൊന്നാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതിൽ മമ്മൂട്ടിക്ക് താൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ മമ്മൂട്ടി അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാൻ തീർച്ചയായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. പക്ഷേ അത് ഇപ്പം CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കെ റഫീഖിനോട് മമ്മൂട്ടി പറയേണ്ടതെന്നാണ് സ്വകാര്യമായിട്ടാണ്. താങ്കൾ എൻ്റെ കൂടെ നടക്കുന്നത് എന്താണ്, താൻ ഒരു പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ താൻ ഒരു പക്ഷത്ത് നിൽക്കുന്ന ആണ് എന്ന് പൊതുജനത്തിന് തെറ്റിദ്ധരിക്കാൻ കാരണമായി മാറും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ എന്താണ് സ്വതന്ത്രമായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് താങ്കൾ ഇങ്ങനെ എൻ്റെ പിറകെ നടക്കണ്ട എന്ന് അദ്ദേഹത്തിനോട് വളരെ സ്വകാര്യമായിട്ട് പറയാം. പക്ഷെ അത് പരസ്യമായിട്ട് പറയുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയെ അപമാനിക്കുന്നതിൻ്റെ തുല്യമാണ്.
പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അയാൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മമ്മൂട്ടിക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മമ്മൂട്ടി മനസ്സിലാക്കേണ്ടതാണ് ആ ഒരു കാര്യം. കാരണം അത് മമ്മൂട്ടി ഒരവസരത്തിൽ മാത്രമല്ല, പല അവസരത്തിലും മമ്മൂട്ടിയിൽ നിന്ന് ഇത്തരം റൂഡായിട്ടുള്ള പെരുമാറ്റങ്ങളെക്കുറിച്ച് നടന്മാരായിക്കോട്ടെ മറ്റ് പലരും പലയിടത്ത് പറഞ്ഞതായിട്ട് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് നേരെയുള്ള ഈ വിമർശനം മമ്മൂട്ടി ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പം മറ്റൊരു വ്യക്തിത്വത്തെ ഈ അവസരത്തിൽ താരതമ്യം, ഇപ്പം യേശുദാസ്. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് 90s കിഡ്സൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കെന്താണ്, യേശുദാസിൻ്റെ പാട്ടുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല, ജീവിതം തന്നെയല്ല, ജീവിതം തന്നെ ശൂന്യമായിരിക്കും. യേശുദാസിൻ്റെ പാട്ടുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അത്രയ്ക്കും മലയാളിയുടെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് യേശുദാസ് ഗായകൻ എന്ന നിലയ്ക്ക്. പക്ഷേ യേശുദാസിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ നമുക്കൊരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. വളരെ മോശം രീതിയിലുള്ളതാണ്. വ്യക്തിപരമായ എൻ്റെ അനുഭവമാണ്, എൻ്റെ ഒബ്സർവേഷനാണ്. വളരെ മോശം രീതിയിലാണ് ഞാൻ പല പെരുമാറ്റങ്ങളും പല സന്ദർഭങ്ങളായിട്ട് നോട്ടീസ് ചെയ്തത്. അപ്പോൾ എന്താണ്, ഒരു ഭാഗത്ത് ഇവരെല്ലാം സവിശേഷമായ ഒരുപാട് കഴിവുകളെ ഉൾക്കൊള്ളുന്ന സമയത്ത് തന്നെ ഇവർക്കെല്ലാം എന്താണ്, അവരുടേതായ സ്വഭാവ വൈകല്യങ്ങളുമുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പം മമ്മൂട്ടി ഒരു ഇടതുപക്ഷ മുഖമായിട്ട് അവതരിപ്പിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ മേലെ തട്ടിലുള്ള ആൾക്കാർ ശ്രമിക്കാറുണ്ട്. കാരണം എന്താണ്, അദ്ദേഹം CPM-ന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ചാനലിൻ്റെ ചെയർമാനാണ്. അപ്പം അങ്ങനെ ഒരു ചെയർമാൻ സ്ഥാനം കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്, അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്ന വ്യക്തിയായിരിക്കുക. അല്ലാത്ത പക്ഷം അത്തരം ഒരു ചുമതലയൊന്നും ഏൽപ്പിക്കില്ല. പാർട്ടിയെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമായിരിക്കും സ്വാഭാവികമായിട്ടും ആ ഒരു ചാനലിൻ്റെ തലപ്പത്ത് ഇരിക്കാൻ അദ്ദേഹത്തിനെ സഹായിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സമൂഹത്തിൽ. ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കണമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ജനങ്ങളുമായിട്ട് ഇടപെടുന്ന സമയത്ത്, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരായിട്ടൊക്കെ ഏത് പാർട്ടിയിലായിക്കോട്ടെ ഇടപെടുന്ന സമയത്തൊക്കെ എന്താണ്, ഒരു ജനാധിപത്യ മര്യാദ കാണിക്കാനുള്ള സൂക്ഷ്മത അദ്ദേഹം പുലർത്തേണ്ടതുണ്ട്. അത് കാണിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ പരാതിയായിട്ട് പ്രധാനമായിട്ട്. താൻ എന്തോ വലിയ ഒരാളാണെന്നും തൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർ വളരെ ചെറിയ ആൾക്കാരാണ് എന്നൊരു തോന്നിച്ച തന്നെ വളരെ മോശം കാര്യമാണ്. ഇപ്പം നമ്മൾ തമിഴ് നടന്മാരെ കുറിച്ച് അതിമാനുഷികമായ അഭിനയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, തമാശ രൂപത്തിൽ പരിഹാസ രൂപത്തിലൊക്കെ പറയാറുണ്ടെങ്കിൽ കൂടി വ്യക്തിപരമായിട്ട് അവരിൽ ഓരോരുത്തരെ എടുത്തു കഴിഞ്ഞാൽ അവർ സമൂഹത്തോട് പൊതുജനത്തോട് പെരുമാറുന്ന രീതി കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. രജനീകാന്ത് തന്നെ ഉദാഹരണം. രജനീകാന്ത് എല്ലാം പൊതു ഇടങ്ങളിൽ ഇടപെടുന്ന രീതി അത് നമ്മളിൽ അമ്പരപ്പുളവാക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതാണ് ആ രീതിയാണ് വേണ്ടത്. അതൊരു സാമാന്യ മര്യാദയാണ്. കാരണം പൊതുജനം നമ്മളെ ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് പൊതുജനത്തോട് നമ്മൾ ആ ഒരു സ്നേഹവും കരുതലും ബഹുമാനവും കാണിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. അതേത് പബ്ലിക് ഫിഗറിനും അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ കെ റഫീഖ് ആ സന്ദർഭത്തെ നേരിട്ട രീതിയും എനിക്കിഷ്ടമായി. റഫീഖ് ഒരു അനിഷ്ടവും കാണിച്ചില്ല, ഒരു ജാള്യതയും അങ്ങനെ പരസ്യമായിട്ട് അവിടെ അദ്ദേഹം കാണിച്ചില്ല. കാരണം അത് ഒരു പൊതുപ്രവർത്തകനുള്ള ഒരു കപ്പാസിറ്റിയാണ്, ഒരു കാര്യക്ഷമതയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ജനങ്ങളുടെ പൾസ് വളരെ നല്ല രീതിയിൽ മനസ്സിലാവും. കാരണം ജനങ്ങളിൽ നിന്ന് അവർക്ക് വേറിട്ടൊരു അസ്തിത്വമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ എല്ലാ വികാര വിചാരങ്ങളും അവരിൽ ഒട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് അവർക്ക് അതൊരു പ്രശ്നമല്ല. ഒരുപക്ഷെ റഫീഖിന് മുന്നിൽ മമ്മൂട്ടി വല്ലാണ്ട് ചെറുതാവുകയാണ് ചെയ്തത് ഈ പെരുമാറ്റത്തിലൂടെ.